ആ അച്ഛാ, അച്ഛനാകെ ക്ഷീണിച്ചു പോയല്ലോ. നീ ഇതെവിടായിരുന്നു മോനെ? നമ്മുടെ ബസ്സിനൊരു ഓട്ടം, കോളേജ് ടൂർ, ബാംഗ്ലൂർ മൈസൂരൊക്കെ അങ്ങോട്ട് ഇറങ്ങി. ചിറ്റപ്പ, നമ്മൾ പറഞ്ഞ സാധനങ്ങൾ മേടിച്ചായിരുന്നോ? എന്താ ഇത്? ഇത് കുബൂസും അൽഫാമും. അപ്പം കഴിച്ചിട്ടുണ്ടോ കുബൂസൊക്കെ? കുബൂസ് കഴിക്കാത്ത ഏത് പ്രവാസിയാ ഉള്ളത്? ഞങ്ങളുടെ ദേശീയ ഭക്ഷണമല്ലേ ഇത്? എന്നാ ഞാൻ പോയി കഴിക്കട്ടെ. പിന്നെ പറയാച്ചാ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? നിന്റെ അച്ഛൻ അങ്ങോട്ട് എഴുന്നള്ളുന്നില്ലെന്ന്, അത് തന്നെ വിശേഷം. ആ അതെന്തായാലും നന്നായി. ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കിട്ടുമല്ലോ. എന്നാലേ അച്ഛനെയും കെട്ടിപ്പിടിച്ചോണ്ട് നീ ഇവിടെ ഇരുന്നു. കുറഞ്ഞ ഒരു 10 വർഷം കൂടെങ്കിലും അവിടെ നിൽക്കാൻ വയ്യായിരുന്നു. എന്നാ ഇങ്ങോട്ട് എഴുന്നള്ളി വെക്കുന്നു. ഇത്രയൊക്കെ സമ്പാദിച്ചത് മതി. അപ്പൊ ആകെ പ്രായമായി വരികയാണ്. ഇത്രയും നാളെ നമ്മളെ പൊന്നുപോലെ തന്നെയല്ലേ അച്ഛൻ നോക്കിയത്. ഇനി കുറച്ച് നാള് നമുക്ക് അച്ഛനെ നമുക്ക് പൊന്നുപോലെ നോക്കാം. 24 മണിക്കൂർ നീ നോക്കൂ അച്ഛനെ. വണ്ടിക്ക് ഓട്ടം വരുമ്പോഴേ നീ നിന്റെ പൊടി നട്ടി അങ്ങ് പോകും. പിന്നെ ആര് നോക്കും അച്ഛനെ? അമ്മ നോക്കണം, പിന്നെ വേറെ ആരാ നോക്കേണ്ടത്? അയ്യോ, പിന്നെ ഈ വയസ്സാം കാലത്ത് എനിക്ക് തന്നെ നടക്കാൻ പറ്റില്ല. പിന്നെ എങ്ങാരെ എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നെ ആരും നോക്കണ്ട. തിരിച്ചു പോകുന്നില്ലെന്ന് പറഞ്ഞ് ഞാനിവിടെ കയറി അട്ടിപ്പേർ കിടക്കാനൊന്നും പോകുന്നില്ല. ഞാനേ ഒരു ടാക്സിയോ മറ്റോ എടുത്തിട്ട് ഇവിടെ ഓടിക്കോളാം. അയ്യേ, നീ ഇവിടെ കിടന്ന് ഓടാനോ? എന്നാ പിന്നെ അവിടെ കിടന്ന് അങ്ങ് ഓടിയാ പോരായിരുന്നു. ഇതെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അയ്യേ, എന്താണ് ടാക്സി ഓടിക്കൽ? എന്താണ് മോശമാണോ? അല്ല, നീയേ വണ്ടി ഭ്രാന്തനായതുകൊണ്ട് നിനക്ക് പ്രശ്നമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഓട്ടം വരുമ്പോഴേ അച്ഛനെയും കൂടെ കൂടെ കൊണ്ടുപോക്കൂ. അച്ഛനും മോനും വണ്ടി ഭ്രാന്തന. അല്ലാണ്ട് എന്തോ. മാറങ്ങോട്ട്. എടാ മോനെ, ബസ്സിന്റെ അടവൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട് അച്ഛാ. നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ പല ബിസിനസ്സും തുടങ്ങാൻ. നീ എന്തിനാ ഈ വണ്ടി ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തത്? അതെൻ്റെ ഈ അച്ഛൻ നല്ലൊരു ഡ്രൈവറായതുകൊണ്ട്.